ചോളമണ്ഡലം ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ചോളമണ്ഡലം ഫിനാൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഈ ഓഹരി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു ദിവസം വളരെ മാസീവായിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച 2.5% മുകളിൽ ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ചോളമണ്ഡലം ഫിനാൻസിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പുതിയ പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ഇതിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1790. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1920. ചോളമണ്ഡലത്തിനോടൊപ്പം തന്നെ നമുക്ക് പല ഫിനാൻസ് കമ്പനീസിലും നമുക്ക് ശക്തമായിട്ട് ഇതേപോലെ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് ശ്രീറാം ഫിനാൻസ്. ശ്രീറാം ഫിനാൻസിന്റെ കേസിലും അത് ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിന് തൊട്ട് അടുത്ത നമുക്ക് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. 722 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാം.